ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ രണ്ടാമത്തെ കാര്യം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും കാര്യം, അതിൻ്റെ പൂർത്തീകരണം. അങ്ങനെ നമ്മൾ വായിച്ചു. വെറും നാവുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്താൽ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം ചൊല്ലിയാൽ, ഇതിനൊക്കെ വ്യക്തമായ തെളിവുണ്ട് അള്ളാഹു പാപം പൊറുക്കും, തിന്മകളെ മായ്ച്ചു കളയും എന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു തെളിവുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക, പണ്ഡിതന്മാർ പറഞ്ഞു, നാവ് കൊണ്ട് മാത്രം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞത് കൊണ്ടോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന പോലത്തെ ദിക്ർ ചൊല്ലിയത് കൊണ്ടോ മാത്രം അല്ലാഹ് പുറത്തു തരികയില്ല. തൗബ ചെയ്യൽ നിർബന്ധമാണ്. ആ തൗബയുടെ ഒരു ഷർത്താണ് ആ തിന്മ വെടിയണം എന്നത്. അതുകൊണ്ട് ആ തിന്മ വെടിയണം. എന്നാലേ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊക്കെയുള്ള ദിക്റുകൾ ചൊല്ലിയാൽ പാപങ്ങൾ പൊറുക്കുകയുള്ളൂ. അതുപോലെ തന്നെ തെളിവുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്താൽ തിന്മയെ അല്ലാഹു മായ്ച്ചു കളയും. ഇവിടെയും മറ്റു തെളിവുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക, അവിടെയും തൗബ ചെയ്താലേ അല്ലാഹു ആ തിന്മയെ മായ്ച്ചു കളയുകയുള്ളൂ. തൗബയുടെ ഒരു ഷർത്ത് ആ തിന്മയെ വെടിയലാണ്. അല്ലാതെ വെറും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം അല്ലാഹു തിന്മയെ മായ്ച്ചു കളയുകയില്ല. പിന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എന്നിട്ട് തുടരുന്നു, വഹാദൽ ദർബു മിനന്നാസി ഖദ് തഅല്ലഖ ബിനുസൂസി മിനർ റിജാൽ. ചില ആളുകളുണ്ട്, അവർ പ്രമാണങ്ങളിൽ പറഞ്ഞ പ്രതീക്ഷയെ ചേർത്ത് പിടിക്കുന്നു. വത്തഖല അലൈഹ, അതിലാശ്രയിക്കുന്നു. വതഅല്ലഖ ബിഹാ ബികിൽതാ യദൈഹി, എന്നിട്ട് 2 കൈകൊണ്ടും അതിനെ ചേർത്ത് പിടിക്കുന്നു. പ്രമാണങ്ങളിൽ പ്രതീക്ഷയെക്കുറിച്ച് പറഞ്ഞത്. വൈദ ഊതിബ അലൽ ഖതായ, അവരെ ആ തിന്മയെക്കുറിച്ച് വിമർശിച്ചാൽ, വൽ ഇൻഹിമാക ഫീഹ, അല്ലെങ്കിൽ ആ തിന്മയിൽ വീഴുന്നതിനെ കുറിച്ച് വിമർശിച്ചാൽ, സറദ ലക മാ യഫ്അലുഹു മിൻ സഅതി റഹ്മത്തില്ലാഹി വ മഗ്ഫിറതിഹി വ നുസൂസി റജായി. അവരെന്താ നിങ്ങളോട് പറയാ? അവർ നിങ്ങളോട് പറയും, അവർ മനഃപ്പാഠമാക്കിയത് അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്, അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാണ്, മഗ്ഫിറത്തും പൊറുക്കലും. പിന്നെ പ്രമാണങ്ങളിൽ പ്രതീക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വലിൽ ജുഹാലി മിൻ ഹാസൽ ദർബി മിനന്നാസി ഫി ഹാസൽ ബാബി ഗറായിബു വ അജായിബു കഖൗലി ബാദിഹിം. ഇവരുടെ ഈ ജുഹാലുകൾ, വിവരമില്ലാത്തവർ, അവർ പറയുന്ന കാര്യങ്ങൾ അതിശയകരവും വിചിത്രവുമാണ്. അവർ പറയുന്ന ചില കാര്യങ്ങൾ എന്താ? അതായത് അവരുടെ വാദം, പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നോളി, അള്ളാഹു പുറത്തു തരും എന്ന അവരുടെ വാദത്തിന് അവർ പറയുന്ന കാര്യങ്ങൾ എന്താ? വഖസ്സർ മസ്തതാഅത മിനൽ ഖതായ, നിങ്ങൾ പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നോളി, നിങ്ങൾക്ക് സാധിക്കുന്നത്ര പാപങ്ങൾ ചെയ്തു കൊള്ളുക. ഇദാ കാനൽ ഖുദൂമു അലാ കരീമിൻ, നിങ്ങൾ പോകുന്നത് ഔദാര്യനായവന്റെ അടുത്തേക്കാണ്, നിങ്ങൾ പോകുന്നത് ഉദാരനായ അള്ളാഹുവിന്റെ അടുത്തേക്കാണ്. ഷെയ്ഖ് ഹഫിദുല്ലാഹ് പറയുന്നു, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മാർഗങ്ങൾ ഉപേക്ഷിക്കുന്ന വിവിധതരം വ്യക്തികളെ കുറിച്ച് പറഞ്ഞു. അവരിൽ ചിലർ പ്രതീക്ഷയെക്കുറിച്ച് പറഞ്ഞ പ്രമാണങ്ങളെ ആശ്രയിക്കുന്നു, പക്ഷെ അവർ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഇതൊരു പ്രശ്നമാണ്. ലക്ഷ്യം പ്രമാണം അറിയലും മനഃപ്പാഠമാക്കലും മാത്രമല്ല, മറിച്ച് അത് മനസ്സിലാക്കണം. അതുപോലെ ഷെയ്ഖ് ഹഫിദുല്ലാഹ് പറഞ്ഞു, മരണശേഷം ഉദാരനായ അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് എത്ര തിന്മ വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുന്നത് തെറ്റാണ്. അള്ളാഹു ഉദാരനാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ തൗബ ചെയ്യണം. നിരന്തരം പാപം ചെയ്താൽ അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകും. ഇതിന് നിരവധി മറ്റ് ആയത്തുകളും ഹദീസുകളുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ കൂട്ടർ ഈ തെളിവുകളൊന്നും പരിശോധിക്കുന്നില്ല? അവർ എന്തുകൊണ്ട് ഈ തെളിവുകളൊന്നും എടുക്കുന്നില്ല? വെറും അള്ളാഹു പുറത്തു തരുമെന്നുള്ള മാത്രം തെളിവുകൾ എന്തുകൊണ്ടാണ് അവർ എടുക്കുന്നത്?
വഖൗലുൽ ആഖിരി മറ്റൊരു കൂട്ടർ പറഞ്ഞു അത്തനസ്സുഹു മിനസ് സുനൂബി ജഹ്ലുൻ ബിസഅതി അഹ്ബില്ലാഹി, പാപത്തെ അകറ്റി നിർത്തുന്നത് വിവരക്കേടാണ്. കണ്ടോ, അവർ പറയാ പാപത്തെ അകറ്റി നിർത്തുന്നത് വിവരക്കേടാണ്, കാരണം അള്ളാഹുവിന്റെ പൊറുക്കൽ വിശാലമാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇവരെ വാദം. പാപം എത്ര വേണമെങ്കിലും ചെയ്യാം. ഷെയ്ഖ് ഹഫീദുള്ള പറയുന്നു ഇത് തെറ്റായ മനസ്സിലാക്കലാണ്. അള്ളാഹുവിൽ അഭയം തേടുന്നു. അള്ളാഹു പാപമോചനം നൽകുന്നത് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ മാത്രമാണ്. പാപമോചനം അനുസരണക്കേടിലും തിന്മയിലും നിരന്തരമാവുകയും ചെയ്യുമ്പോൾ പാപമോചനം ലഭിക്കുകയില്ല. വഖാലൽ ആഖറു തർക്കു ദുനൂബി ജറാഅത്തുൻ അലാ മഗ്ഫിറത്തില്ലാഹി വസ്തിസ്ഖാർ, പാപത്തെ ഉപേക്ഷിക്കൽ അള്ളാഹുവിന്റെ പാപമോചനത്തെ അവഹേളിക്കലും അതിനെ ചെറുതായി കാണലുമാണ്, അതിനെ ഇകഴ്ത്തലുമാണ്. ഇങ്ങനെയാണ് ഇവരുടെ വാദം. പാപങ്ങൾ ഉപേക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ പാപമോചനത്തെ അവഹേളിക്കലാണ്, അതിന് ഇകഴ്ത്തലാണ്. ഫഖാല മുഹമ്മദ് ബിൻ ഹസ്മി റഅയ്തു ബഅദ ഹൗലാ യഖൂലു ഫീ ദുആഇഹി, ഇബ്നു ഹസം റഹിമഹുല്ല പറയുന്നു, പണ്ഡിതനായ ഇബ്നു ഹസം റഹിമഹുല്ല പറയുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് ഇക്കൂട്ടർ അവർ ദുആയിൽ പറയുന്നത് കണ്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഇസ്മതി, അല്ലാഹുവേ എന്നെ നീ പാപത്തിൽ നിന്ന് സുരക്ഷിതനാക്കുന്നതിൽ നിന്നും ഞാൻ നിന്നെ അഭയം തേടുന്നു. കണ്ടോ, പാപത്തിൽ നിന്ന് സുരക്ഷിതം വേണ്ടെന്ന ഇവരെ ദുആ. അല്ലാഹുവേ നീ എന്നെ പാപത്തിൽ നിന്നും സുരക്ഷിതമാക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. അത്തഅല്ലുഖു ബിൽ ജബ്രി, ഇനി ജബരിയാക്കൾ എന്താ പറയുന്നത്? വിദേഹത്തിന്റെ കക്ഷികൾ. വമിൻ ഹൗലായിൽ മഗ്റൂരീന മിൻ മൻ യതഅല്ലഖു ബിമസ്അലത്തിൽ ജബ്രി, ജബ്രിന്റെ വിഷയത്തിൽ ഇവർ വഞ്ചിതരായിരിക്കുന്നു. എന്താ ജബ്രിന്റെ ആളുകൾ പറയാ? വാന്നൽ അബ്ദുൽ ആഫീല ലഹു, ഒരു അടിമക്ക് അവന്റെ കർമ്മമില്ല. വല ഇഖ്തിയാർ, അവന് സ്വാതന്ത്ര്യമില്ല. നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരടിമക്കില്ല. വൈന്നമാ ഹുവ മജ്ബൂറുൻ, അവൻ നിർബന്ധിതനാണ് അലൽ ഫീലിൽ മആസി, തിന്മ ചെയ്യുന്നത്. അപ്പോ ഓന് സ്വാതന്ത്ര്യത്തോടെ ചിന്തിച്ചിട്ടല്ല നന്മയും തിന്മയും തിരഞ്ഞെടുക്കുന്നത്, മറിച്ച് ഓൻ തിന്മ ചെയ്യാൻ നിർബന്ധിതനാണ് എന്ന്. അപ്പൊ ഷെയ്ഖ് ഫൗസാൻ ഹഫിദുള്ള പറയുന്നു ഇത് ശൈത്താന്റെ സംശയമാണ്. ഇതെനിക്ക് വിധിച്ചാൽ അതെന്തായാലും സംഭവിക്കും, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അങ്ങനെ അവൻ മാർഗങ്ങളെ ഉപേക്ഷിക്കുന്നു. പക്ഷെ അവർ പാപങ്ങളോ അള്ളാഹുവിനോടുള്ള ധിക്കാരമോ ഉപേക്ഷിക്കുന്നില്ല, അത് അവരെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത്തഅല്ലുഖു ബിൽ ഇർജാഇ, ഇനി ഇർജാഇന്റെ ആളുകൾ, ഇതും വിദേഹത്തിന്റെ കക്ഷി. അവരെന്താ പറയുന്നത്? വമിൻ ഹൗലായി മൻ യഗ്തറു ബിമസ്അലത്തിൽ ഇർജാ, ഇർജാഇന്റെ വിഷയത്തിൽ അവർ വഞ്ചിതരായിരിക്കുന്നു. വഅന്നൽ ഈമാന ഹുവ മുജറദു അത്തസ്ദീഖ്, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തൽ മാത്രമാണ്. വൽ അഅമാല ലൈസത് മിനൽ ഈമാൻ, കർമ്മങ്ങൾ ഈമാനിൽ പെട്ടതല്ല. ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായാൽ മതി, കർമ്മങ്ങൾ എന്തും ചെയ്യാം. വഅന്ന ഈമാന അഫ്സഖന്നാസിക ഈമാന ജിബ്രീല വ മീകായില, ഏറ്റവും ധിക്കാരികളായ മനുഷ്യരുടെ ഈമാൻ പോലും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും മീകായിൽ അലൈഹിസ്സലാമിന്റെയും ഈമാൻ പോലെയാണ്. ഇർജ ഷെയ്ഖ് ഹഫീദുള്ള പറയുന്നു, ഫൗസാൻ ഹഫീദുള്ള പറയുന്നു, ഇർജ എന്ന് പറയുന്നവർ ഹൃദയത്തിൽ വിശ്വാസമുണ്ടായാൽ മതി എന്നാണ് അവരുടെ വാദം. കർമ്മങ്ങൾ എന്തും ചെയ്യാം, അതൊരു പ്രശ്നമല്ല. ഒരാൾ മദ്യപിക്കുന്നു, അവനോട് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവനെന്താ പറയാ? വിശ്വാസം ഹൃദയത്തിലാണ്, വിശ്വാസം ഹൃദയത്തിലാണ് എന്നാണ് അവർ പറയുക. വമിൻ ഹൗലായി മൻ യഗ്തറു ബി മഹബ്ബത്തിൽ ഫുഖറാഇ വൽ മശായിഖി വസ്വാലിഹീൻ, ഇനി ചിലരുണ്ട് അവർ വഞ്ചിതരാകുന്നത് ദരിദ്രരും മശായിഖുമാരും സ്വാലിഹ്യങ്ങളോടുള്ള സ്നേഹത്തിലാണ്, സ്നേഹം കൊണ്ടാണ്, അവരോടുള്ള അങ്ങേയറ്റ സ്നേഹം. കസ്റത്തി തറദ്ദുദു ഇലാ ഖുബൂരിഹിം,
അങ്ങനെ ഇവർ അവരുടെ ഖബറുകളിലേക്ക് പോകുന്നു. വതളറു ഇലൈഹിം, അവരോട് എളിമ കാണിക്കുന്നു. വഇസ്തിശ്ഫാഇ ബിഹിം, അവരോട് ശുപാർശക്ക് അപേക്ഷിക്കുന്നു. വതവസ്സുലു ഇലല്ലാഹി ബിഹിം, അവരെ മധ്യവർത്തികളാക്കുന്നു. വസ്വാലിഹി ബിഹഖ്ഹിം അലൈഹി, അവരുടെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നു. വഹുർമതിഹിം ഇൻദഹു, അള്ളാഹുവിന്റെ അടുക്കലുള്ള അവരുടെ സ്ഥാനം കൊണ്ട് ചോദിക്കുന്നു. അപ്പൊ ഷെയ്ഖ് ഫൗസാൻ ഹഫിദുല്ല പറയുന്നു, ഈ വ്യക്തി നിയമമാക്കാത്ത മാർഗമാണ് ഉപയോഗിക്കുന്നത്. അവർ മരിച്ചവരിലേക്കും ഖബറിലേക്കും പോകുന്നു. അവരുടെ ഹൃദയം അവരിലേക്കാണ് ചേർന്നിട്ടുള്ളത്. ഇത് ഷിർക്കാണ്. അവർ അള്ളാഹുവിനെ മറന്നു പോകുന്നു. അവർ വലിയനെ വിളിക്കുന്നു. അവർ കബറാളികളെ വിളിക്കുന്നു. വമിൻഹും മൻ അസ്ലാഫിഹി, ഇനി ചിലർ എങ്ങനെ വഞ്ചിതരാകുന്നത്? അവരുടെ പിതാക്കളും അവരുടെ പൂർവികരും അവരിലാണ് വഞ്ചിതരാകുന്നത്. വാന്നലഹും ഇൻദല്ലാഹി മകാനത്തൻ വ സ്വലാഹൻ, കാരണം അവർക്ക് അള്ളാഹുവിന്റെ അടുത്തൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അവർ തഖ്വയുള്ളവരാണ്. ഫലാ യദ്ഊഹു അൻ യുഖല്ലിസൂഹു കമാ യുശാഹിദു ഫി ഹദ്റത്തിൽ മുലൂക്കി, ഈ വ്യക്തികൾക്ക് അവരുടെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ കഴിയും. അവരതിനെ രാജാക്കന്മാരുടെ കോടതികളിൽ നടക്കുന്ന കാര്യങ്ങളുമായി ഉപമിക്കുന്നു. ഫൈനൽ മുലൂക്ക് തഹബ്ബു ലി ഖവാസിഹിം സുനൂബ അബ്നാഹിം വ അഖ്റാബിഹിം വഇദാ വഖഅ അഹദും മിൻഹും ഫീ അംരിൻ മുഫ്ലിൻ ഖല്ലസഹു അബൂഹു വ ജദ്ദുഹു ബിജാഹിഹി വ മൻസിലതിഹി, ഈ ലോകത്തിലെ രാജാക്കന്മാർ തങ്ങളുടെ അടുത്തുള്ള കൂട്ടാളികളെ കുറ്റവിമുക്തരാക്കാനും അവരുടെ പുത്രന്മാരുടെയും ബന്ധുക്കളുടെയും കുറ്റകൃത്യങ്ങൾ നീക്കം ചെയ്യാനും എന്താ ചെയ്യുക? അവരിൽ ഒരാളൊരു ക്രൂരമായ കുറ്റകൃത്യത്തിലോ ഗുരുതരമായ കുറ്റകൃത്യത്തിലോ വീഴുകയാണെങ്കിൽ അവന്റെ പിതാവോ പിതാവിന്റെ ബാപ്പയോ അവരുടെ സ്ഥാനവും പദവിയും വഴി അവനെ രക്ഷിക്കും. ഇത് രാജാക്കന്മാരെ കോടതിയിൽ നടക്കുന്നത്. അവരുടെ പിതാക്കന്മാരുടെ സ്ഥാനം ഒക്കെ ഉള്ളത് കൊണ്ട് അവരുടെ പുത്രന്മാർക്ക് എന്താക്കും? മാപ്പ് കൊടുക്കും. വമിൻഹും മൻ യഗ്തറു ബിഅന്നല്ലാഹ അസ്സ വജൽ ഗനിയ്യുൻ അൻ അദാബിഹി, ചിലർ വഞ്ചിതരാകുന്നത് അവർ അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് അള്ളാഹു സമ്പന്നനാണ്. വഅദാബുഹു ലാ യസീദു ഫീ മുൽകിഹി ശൈഅൻ, അവന്റെ ശിക്ഷ അവന്റെ ആധിപത്യത്തിൽ നിന്ന് യാതൊന്നും കൂട്ടുകയില്ല, വർദ്ധിപ്പിക്കുകയില്ല. വറഹ്മത്തുഹു ലഹു ലാ തൻഖുസു ഫീ മുൽകിഹി ശൈഉൻ, അവന്റെ കാരുണ്യം അവന്റെ ആധിപത്യത്തിൽ നിന്ന് യാതൊന്നും കുറക്കുകയും ചെയ്യുകയില്ല. ഫയഖൂലു, അപ്പോൾ അവർ പറയുന്നു, അന മുൽത്തറുൻ ഇലാ റഹ്മത്തിഹി, ഞാൻ അവന്റെ കാരുണ്യത്തിന് വേണ്ടി കടുത്ത ആവശ്യത്തിലാണ്. വലൗ അന്ന ഫക്കീറൻ മിസ്കീനൻ മുൽത്തറൻ, ഒരു ഫക്കീറോ മിസ്കീനോ കടുത്ത ആവശ്യക്കാരനായാൽ, ഇലാ ശർബത്തി മാഇൻ, ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ആവശ്യക്കാരനായാൽ, ഇന്ദ മൻ ഫീ ദാരിഹി ശത്തി യജ്രി, അങ്ങനെ ഒരാളുടെ വീട്ടിൽ അയാളെത്തി. അങ്ങനെ ആ വീട്ടിൽ ഒരു നദി ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ആവശ്യമുള്ള ആളെ ലമ മനഅഹു മിൻഹ, ആ വീട്ടുകാരൻ തടയുകയില്ലല്ലോ. ഫല്ലാഹു അക്റം, അല്ലാഹു ഏറ്റവും ഔദാര്യമുള്ളവനാണ്. വ ഔസഉ, വിശാലമുള്ളവനുമാണ്. ഫൽ മഗ്ഫിറത്തു ലാ തൻഖുസുഹു ശൈഅൻ, അവന്റെ പാപമോചനം യാതൊന്നും കുറക്കുകയില്ല. വൽ ഉഖൂബത്തു ലാ തസീദു ഫീ മുൽകിഹി ശൈഅൻ, അവന്റെ ശിക്ഷ യാതൊന്നും വർദ്ധിക്കുകയുമില്ല അവന്റെ ആധിപത്യത്തിൽ നിന്ന്. അപ്പൊ നേരത്തെ രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞത് ഷെയ്ഖ് ഫൗസാൻ ഹഫിദുല്ലാഹ് പറയുന്നത് ഇവർ രാജാക്കന്മാരുമായി താരതമ്യപ്പെടുത്തുന്നു എന്നാണ്. രാജാവ് പിതാക്കളുടെ സ്ഥാനം കാരണം പുറത്തു കൊടുക്കും. കാരണം രാജാവിന് പിതാവിൻ്റെ അടുത്ത് സ്ഥാനമുണ്ട്. പക്ഷെ അള്ളാഹു നീതിമാനാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ഖിയാസ് തെറ്റാണ്.
അൽ-ഇഗ്തിറാറു ബിൽ ഫഹ്മിൽ ഫസാദി വൽ ഖുർആനി വസുന്നത്തി, ഖുർആനും സുന്നത്തും തെറ്റായി മനസ്സിലാക്കുന്നതിൽ വഞ്ചിതരാവൽ. വമിൻഹും മൻ യഗ്തറു ബി ഫഹ്മി ഫാസിദിൻ ഫഹിമഹു, ഇനി ചിലർ വഞ്ചിതരാവുന്നത് തെറ്റായി മനസ്സിലാക്കിക്കൊണ്ടാണ്. വദ്റാബുഹു മിൻ നുസൂസിൽ ഖുർആനി വസുന്നത്തി, പ്രമാണമായ ഖുർആനും സുന്നത്തും അവർ ശരിയായി മനസ്സിലാക്കുന്നില്ല. ഫത്തഖലു അലൈഹി ഖത്തഖലി ബാദിഹിം അലാ ഖൗലിഹി തആല, അങ്ങനെ അവർ അല്ലാഹു പറഞ്ഞ ചില ഖൗലുകളെ ആശ്രയിക്കുന്നു. വലസൗഫ യുതീക റബ്ബുക ഫതർല, അല്ലാഹു നിനക്ക് തീർച്ചയായും നൽകിയിരിക്കുന്നു, അതുകൊണ്ട് നീ തൃപ്തിപ്പെടാൻ. ഖാല, അവൻ പറയുന്നു, വഹുവ ലാ യർള അൻ യകൂന ഫിന്നാരി അഹദും മിൻ ഉമ്മത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെടുന്നില്ല ഉമ്മത്തിലെ ഒരാളും നരകത്തിൽ പ്രവേശിക്കാനെന്ന്. അങ്ങനെയാണ് അവർ പറയുക. വഹാദാ മിൻ അഖ്ബഹിൽ ജഹ്ലി, ഇത് ഏറ്റവും ഭീമമായ വിവരക്കേടാണ്. വഅബിയനിൽ ഖസിബി അലൈഹി, ഇത് ഏറ്റവും വ്യക്തമായ കളവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ. ഫഇന്നഹു യർളാ ബിമാ യർളാ ബിഹി റബ്ബുഹു അസ്സ വജൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെട്ടത്, അല്ലാഹു എന്താണ് തൃപ്തിപ്പെട്ടത് അത് മാത്രമാണ്. വല്ലാഹു തആല യുർളീഹി, അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു തഅദീബുൽ ലലമതി, ദുൽമ ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ, വൽ ഫസഖതി, ധിക്കാരികളെയും, വൽ ഖവനതി, വഞ്ചന ചെയ്യുന്നവരെയും, വൽ മുസറീന അലൽ ഖബായിരി, വലിയ പാപങ്ങൾ നിരന്തരമായി ചെയ്യുന്നവരെയും. ഫഹാഷ റസൂലഹു അൻ യർളാ ബിമാ ലാ യർളാ ബിഹി റബ്ബുഹു തബാറക വ തആല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിദൂരമാണ്, റസൂൽ വിദൂരമാണ് അവൻ തൃപ്തിപ്പെടുന്നത്, അല്ലാഹു റബ്ബ് തബാറക വ തആല തൃപ്തിപ്പെടാത്തത്. ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലാ പറയുന്നു, നിനക്ക് അല്ലാഹു കാരുണ്യം കണക്കാക്കണമെങ്കിൽ അല്ലാഹു പറഞ്ഞ മാർഗങ്ങൾ നടപ്പിലാക്കുക, അത് ചെയ്യുക. മാർഗങ്ങൾ നടപ്പിലാക്കാതെ കാരുണ്യം ലഭിക്കുകയില്ല തന്നെ. അല്ലാഹു പറഞ്ഞു, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, അല്ലാഹുവിന്റെ കാരുണ്യം ആരോടാണ് കൂടുതൽ അടുത്തത് എന്നുള്ള പറഞ്ഞത്, അത് നല്ലത് ചെയ്യുന്നവരോടാണ്. അല്ലാഹു അവന്റെ കാരുണ്യം എല്ലാ ജനങ്ങൾക്കുമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഈസാൻ ഏറ്റവും ഉയർന്ന പദവിയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ മാർഗങ്ങൾ നടപ്പിലാക്കുക തന്നെ വേണം. അവസാനമായി നമ്മൾ വായിച്ചെന്താ, ഇക്കൂട്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മ ചെയ്യരുത് എന്ന് കൽപ്പിച്ചതാണ് നമുക്കറിയാം. പക്ഷെ ഇക്കൂട്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിവ് കഴിവായി ഉപയോഗിക്കുന്നു തിന്മ ചെയ്യാൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള കടവാണ്. അതുകൊണ്ട് ഒരിക്കലും തിന്മയെ ന്യായീകരിക്കരുത്, അത് നാശത്തിലേക്കുള്ള വഴിയാണ്. നാം ആത്മാർത്ഥമായി തന്നെ തൗബ ചെയ്യേണ്ടതുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും, ഹഫ്ദകുമുല്ലാഹ്. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.